പൗലോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്. അതിനാണോ സാക്ഷ്യം പറയുന്നത്? എന്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിലെ സാക്ഷ്യത്തിന് വേണ്ടിയുള്ള ഓട്ടമാണോ? കർത്താവ് യേശുക്രിസ്തു തന്ന ശുശ്രൂഷ. നമ്മളൊരു കാര്യം ഓർത്തോണം, കർത്താവിന്റെ ദാസന്മാര് കർത്താവിൽ നിന്ന് പ്രാപിച്ചു വേണം പ്രസംഗിക്കാൻ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു സാധു മനുഷ്യനാണ്. എനിക്ക് എൻ്റെതായിട്ടൊന്നും പറയാനില്ല, എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. ഈ വചനത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ അത് പ്രാർത്ഥിച്ച് ഇപ്പൊ നമ്മളിവിടെ കൂടി വന്നപ്പോൾ പറഞ്ഞു, ആൻറ്റി ഒരു ചാവി ഇവിടെ ഇല്ല. ചാവി ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? അല്ലാണ്ട് ഒന്ന് ചക്ക കിട്ടാൻ വഴിയുണ്ട്, സൗകര്യപാത ചക്കയായിട്ട് പോകാന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിളി വരുന്നത്. വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഈ വചനത്തിലെ വെളിപ്പാട് നമുക്ക് തന്നത് കർത്താവ്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കുക. ദേവദാസന്മാരെ, എനിക്ക് നിങ്ങളോട് കൈകൂപ്പി പറയാനുള്ളത്, കർത്താവ് നമുക്ക് ശുശ്രൂഷ തന്നിട്ടുണ്ടോ? കർത്താവിൽ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത്. എല്ലാവരും തെറ്റായി ധരിച്ചിരിക്കുന്ന വിഷയം ആ തിരുവത്താഴത്തിന്റെ ശുശ്രൂഷ മാത്രം കർത്താവിൽ നിന്ന് പ്രാപിച്ചു തന്നു എന്ന് പറഞ്ഞിരിക്കുക. നോ. അറേബ്യൻ മരുഭൂമിയിൽ യേശുക്രിസ്തുവിനെ നേരിട്ട് കാണുകയോ കർത്താവിന്റെ ദർശനത്തിൽ കണ്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ, കർത്താവിനോട് കൂടെ നടക്കാനോ ഭാഗ്യം ലഭിക്കാത്ത പൗലോസ് ചരിത്രം പറയുന്ന അറേബ്യൻ മരുഭൂമിയിൽ ഇരുന്ന് താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത വെളിപ്പാടുകൾ, സ്വത്രം, റോമൻ കാരാഗ്രഹങ്ങളിൽ കിടന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുത്ത കാരാഗ്രഹ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ എത്ര വലുതാണെന്ന്. പൗലോസ് എന്തുകൊണ്ട് ഈ സ്വർഗീയമായ മർമ്മങ്ങൾ ദൈവസഭയ്ക്ക് എഴുതുവാൻ പൗലോസിനെ ബലപ്പെടുത്തിയതിന്റെ കാരണം എന്താണെന്നറിയോ? പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ മറ്റൊരു അപ്പോസ്തലനും അനുഭവിച്ചിട്ടില്ല. ഒന്ന് കുറേ പറഞ്ഞാട്ടെ, 40 അടി എത്ര പ്രാവശ്യം? ഒരൊറ്റ അടി കൊള്ളത്തില്ല. നമ്മള് അറേബ്യയിൽ ചെല്ലും, ഈ സൗദി അറേബ്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറ്റവാളിയെ അടിക്കുന്നതിന് ഒരൊറ്റ അടി കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ കിടന്ന് പുഴുപടയ്ക്കുന്ന പോലെ പടയ്ക്കും. അതിൽ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, ഈ അടിക്കുമ്പോ ഇപ്പൊ അങ്ങനെയില്ല, അപ്പൊ അന്നത്തെ കാലത്ത് ഈ അടിക്കാൻ നേരത്ത് ഇതിൽ ഈയക്കൊളുത്ത കൊണ്ടെന്നൊക്കെയാ പറയും. അടിച്ചു കഴിയുമ്പോൾ അതൊക്കെ കയറി ഇങ്ങനെ പോറി ബ്ലഡൊക്കെ വരും, വേദന കൊണ്ട് പൊളയും. ഈ ഒന്ന് പറയാ ഒന്നുകൊണ്ട് കണ്ടോ, അത് വന്ന് കൊണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കുനിച്ചു നിർത്തി അടിക്കുമെന്നാ പറയണേ. അപ്പൊ അത്രയും അടിയെല്ലാം കൊണ്ട് അത്രയും അടി കൊണ്ട് അത്രയും പ്രയോഗത്തിൽ പോയ പൗലോസാണ് നമുക്കിത് എഴുതി തന്നിരിക്കുന്നത് ഓർത്തോണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ നമ്മൾ അടികൊള്ളണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ ഓരോരുത്തർക്ക് കർത്താവ് തരുന്ന പോലുള്ള ശുശ്രൂഷയുടെ മുഖങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കർത്താവ് തരുന്ന നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നോക്കുക, തീച്ചൂളയിൽ കൂടി പോയാൽ മാത്രമേ ഈ ശുശ്രൂഷകൾ വെളിപ്പെട്ട് വരികയുള്ളൂ. കഷ്ടങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ശുശ്രൂഷകളല്ല. എനിക്കറിയാം, ഒരു പാസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പാവം പിടിച്ചൊരു പാസ്റ്റർ വിളിച്ചപ്പോൾ, പാസ്റ്റർ 2-3 ദിവസത്തെ കൺവെൻഷൻ പ്രസംഗിക്കണം. ഓക്കെ, പ്രസംഗിക്കാം. പാസ്റ്ററിന് എൻ്റെ വീട്ടിൽ മനോഹരമായൊരു മുറി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ താമസിക്കാം, ഫുഡൊക്കെ പാസ് വെച്ച് തരാം. നോ നോ നോ. പുള്ളി എന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിലെ സ്പെസിലിറ്റി വേണം, എനിക്ക് വൈഫൈ വേണം, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം. എങ്ങനെ ശുശ്രൂഷ വെളിപ്പെടും? നമുക്കൊരു ബുദ്ധിപദേശത്തിന് പറയുക ഞാൻ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഇപ്പം നമ്മൾ ഇവിടെ വന്നിരുന്ന് ഈ ചൂട് അനുഭവിക്കുന്നു. നമ്മളൊക്കെ ചൂട് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഈ ദൈവ സാന്നിധ്യത്തിന്റെ പറയുന്ന ചൂടൊന്നും ഒരു വിഷയമല്ല നമുക്ക്. ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്ന ചൂടോ ഇടുങ്ങിയ സാഹചര്യങ്ങളോ നമുക്കതൊരു വിഷയമല്ല. നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിൽ നിന്ന് വചനങ്ങൾ ഓരോന്നും പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോട്ടെ. അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവരായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അവിടെ നിൽക്കട്ടെ. അവൻ നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദൈവരാജ്യം പ്രസംഗിക്കുന്നു. അപ്പൊ അവിടെ പ്രസംഗം എന്തായിരിക്കണം? ദൈവരാജ്യം, സ്വർഗരാജ്യം, നിത്യത. ഇതിനെക്കുറിച്ച് എത്ര പ്രസംഗന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ പ്രസംഗിച്ച ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. അതില് അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷന്മാരോട് ചോദിച്ചു, കർത്താവിന്റെ വരവിനെ കുറിച്ച് നിങ്ങൾ എത്ര പ്രസംഗങ്ങൾ ഈ വർഷത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു.
അപ്പൊ അവര് മറുപടി പറയുക, ഞങ്ങൾ അങ്ങനെ ഒരു വിഷയമേ പ്രസംഗിച്ചു. പിന്നെ എന്തുമായിരുന്നു നിങ്ങളുടെ പ്രസംഗം? പിന്നെ എന്തുമായിരുന്നു നിങ്ങളുടെ പ്രസംഗം? അപ്പൊ അവർ കൊടുത്ത മറുപടി, മഹോത്തര കാലത്തിന് ശേഷമാണോ സഭ എടുക്കപ്പെടുന്നത്, അതിന് മുമ്പാണോ എടുക്കപ്പെടുന്നതിനുള്ളൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞു. അതാണ് മറുപടി. അപ്പൊ ദുരുപദേശം എത്രത്തോളം പ്രബലപ്പെട്ട് കിടക്കുന്നു. ഈ ദുരുപദേശത്തെ പൊളിച്ച് സത്യവചനം, പത്യവചനം പ്രസംഗിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ സഭയിൽ കൂടി വരുന്ന വിശ്വാസികൾക്ക് അവരുടെ ആത്മീക അഭിവൃദ്ധിക്ക്, അവരുടെ ആത്മീക വളർച്ചയ്ക്ക്, അവരുടെ ആത്മീക വർധനവിന്, അവരുടെ ആത്മീക നിറവിന് പ്രയോജനമുള്ളത് കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നോട് പറയുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മുമ്പോട്ട് പോട്ടെ, സമയം മുമ്പോട്ട് പോവുകയാണ്. അടുത്ത് വായിക്കാം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അടുത്ത മർമ്മപ്രധാനമായ വാക്യങ്ങളിൽ നമ്മൾക്ക് വരികയാണ്. ഇത് പ്രസംഗിച്ചിട്ട് നമ്മൾ ശിശുവിടെ നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. വായിച്ചാട്ടെ. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അവിടെ നിൽക്കട്ടെ വാസ്. എന്തായി പറഞ്ഞേക്കുന്നത്? ദൈവത്തിന്റെ. ഞാനൊരിക്കൽ ഒരു സഹോദരനോട് ചോദിച്ചു, ദൈവത്തിന്റെ ആലോചന വല്ലതും ഉണ്ടോ പാസ്റ്റർ? നമ്മളുണ്ടല്ലോ, നരകത്തിൽ പോകാതിരിക്കാൻ നിത്യത പ്രാപിക്കാനുള്ള ആലോചന ഉണ്ട്, വേണോ? അതൊന്നും വേണം. പുള്ളി പറഞ്ഞത് ദൈവത്തിന്റെ ആലോചന മോൻ ഗൾഫിൽ പോകുമ്പോ. സ്തോത്രം. ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി എന്താ ദൈവത്തിന്റെ ആലോചന? നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ആദാമ്യ പാപനിമിത്തം നിത്യ നരകത്തിലേക്ക് വിധിക്കപ്പെട്ട മനുഷ്യനെ ദൈവം തന്റെ വചനം കൊടുത്ത് അവനെ നിത്യതയിൽ എത്തിക്കുക. അതല്ലേ ദൈവത്തിന്റെ ആലോചന? അല്ല, ഇനി വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഗൾഫിൽ വിടുന്ന കാര്യമാണോ? കാർ പഠിക്കുന്ന കാര്യമാണോ? ഈ കാറ് നിങ്ങൾ നോക്കി, ഇത് ഏത് കാറായത്? ഏത് കാറായത്? നാനോണല്ലേ. ഈ നാനോ കാർ വാങ്ങിയാൽ ഒരു പാസ് അല്ല പറയാനൊന്നുമില്ല. ആരെങ്കിലും മേടിക്കൂല? ഇതൊക്കെ ആരെങ്കിലും മേടിക്കോ? പ്രത്യേകിച്ച് പാസ്റ്റർ പോലുള്ള ഒരാൾ ഈ വല്ലതൊക്കെ പഠിപ്പിച്ചെടുക്കും. നിങ്ങൾ ഇതൊക്കെ മേടിക്കോ? ഞാൻ മേടിക്കും. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു നാനായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ കരുതി, ആ പഴയ നാന കൊടുത്തിട്ട് പിന്നെ ഒരു നാന എടുക്കണേ, അത് നാന തന്നെ എടുക്കണം. എന്താ കുഴപ്പം? എന്താ? ഇവിടെ 45 ലക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. പേര് പറഞ്ഞ് അവരെ അവഹേളിക്കുന്നില്ല. എനിക്ക് 45, 50, 60 ലക്ഷത്തിന്റെ കാറൊന്നും വേണ്ട. എനിക്കൊന്ന് പോകണം, എനിക്കൊന്ന് വരണം. വഴി കിടക്കരുത്. ചെറിയ തോതിലാണെങ്കിൽ യാത്ര ചെയ്ത് പോകണം. നമ്മുടെ ജഡീക സുഖങ്ങളെല്ലാം നമുക്ക് വലുത്. സ്വത്ര നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു പാട്ടുണ്ടല്ലോ, സമയാമരത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. അതിലൊരു വരി നിങ്ങൾക്കറിയാമോ? അത് ആ ഭാഗം ഒന്ന് പാടെ. ആ ഒരു ഭയങ്കര ഒരു പോർഷനാണത്. പാടുമ്പോൾ നമ്മളൊക്കെ കരഞ്ഞു പോകും. അതിന്റെ മുമ്പുള്ള ഭാഗം പറയാ. അതിന്റെ മുമ്പുള്ള ഭാഗം ജനസുഖം ഇപ്പോഴെല്ലാ സമയം ദൈവമുഖം കാണുവാനത്രേ വാഞ്ചിതപോലെ ഭാഗമുണ്ട്. അത് മറന്നുപോയിട്ടില്ല. സ്വത്രം. അതൊരു പാട്ട്, നാഗൽ സാഹിബ് എഴുതിയ പാട്ടാണത്. നമ്മളെഴുതിയെങ്കിൽ അത് ഓളാക്കിയല്ലേ. സ്വത്രം. ആ മനുഷ്യൻ, ദർശനമുള്ള മനുഷ്യൻ എഴുതിക്കൊണ്ടത് മനോഹരമായി എഴുതി വെച്ചു, സ്വന്തമായി ട്യൂൺ ചെയ്യുകയും ചെയ്യാൻ ഇടയായിത്തീരുന്നു. സ്വത്രം. നമ്മൾ ഈ ലോകത്തിന്റെ ഇപ്പോ ഏലിശ പ്രവാചകൻ ഗേഹസിയോട് പറയുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ, തോട്ടങ്ങളും ഇതൊക്കെ പ്രാപിക്കാൻ ഇതാണോ സമയം. ദൈവസഭ മാറ്റപ്പെടാൻ പോവുകയാണ്. ഇസ്രയേൽ എന്നുള്ള ജാതിയെ നോക്കി കർത്താവിന്റെ വരവിനെ കുറിച്ച് പഠിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ. 48 രാഷ്ട്രം സ്ഥാപിച്ച യഹൂദൻ 2000 വർഷമായി ചെതിരിക്കളനെ 48 രാഷ്ട്രം സ്ഥാപിച്ചു. അവർ നല്ല ഫുൾ സ്വിങ്ങിൽ നിൽക്കുകയാണ്, തളർത്ത് നിൽക്കുകയാണ്. അങ്ങനെ തളർത്ത് നിൽക്കുകയാണെങ്കിൽ കർത്താവിന്റെ വരവോടിയായി എവിടെയായി പറ? എവിടെയായി? പറ. വാതിക്കൽ, വാതിക്കൽ. അതാ മറുപടി. വാതിക്കൽ. കർത്താവ് വാതിക്കൽ നിൽക്കുക. ഇവിടെ നിൽക്കുന്ന ആൾ ഇങ്ങോട്ട് കയറാൻ എത്ര സമയം വേണം? നമ്മളിവിടെ പല ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പല പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക.
ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്തോ, പഠിക്കുന്നവർ പഠിച്ചോ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കോളണം എല്ലാവരും. എലീയാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. യേശു വരുന്നത് എന്തിനാണ്? തങ്ങൾ പ്രത്യാശയിരിക്കുന്ന ദൈവമക്കളെ ചേർക്കാനാണ്. കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അനുഭവിച്ച് സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് വരാൻ പോകുകയാണ്. നമ്മുടെ കഷ്ടത മാറാൻ പോവുകയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ പോകുകയാണ്. നമ്മുടെ രോഗങ്ങൾക്ക് തിലശ്ശേരി വീഴാൻ പോവുകയാണ്. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു രൂപാന്തര ശരീരം എനിക്ക് നിങ്ങൾക്ക് കർത്താവ് തരാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ! അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. സ്തോത്രം സിസ്റ്റർ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, അപ്പോസ്തലന്റെ വാക്കുകൾക്ക് നമ്മളൊന്ന് ചെവി കൊടുത്താല് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കും. എന്താ ഈ ദൈവത്തിന്റെ ആലോചന? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന ദൈവത്തിന്റെ ആലോചന. അതിനിപ്പോ തുടങ്ങിയിരിക്കുന്നത് മകനെ, ഈ നാളുകളിൽ അല്ലേ, ഈ നാളുകളിൽ നിന്നെ ഞാൻ എന്താക്കാൻ പോവാ? പാലല്ല തലയാക്കാൻ പോവാ. ഞാൻ ചോദിക്കട്ടെ, ഈ വാലല്ല തലയാക്കാൻ ആരോട് പറഞ്ഞു? പറഞ്ഞ വാസി പെട്ടെന്ന് പറ. യഹൂദനോട് പറഞ്ഞത് തോന്നല്ലേ? യഹോവന്റെ ഇടയിലാണ് എനിക്ക് നമുക്ക് മുട്ടുണ്ടാവും. പിന്നെ എന്തിനാ അതും പറഞ്ഞോണ്ടിരിക്കണേ? ഞാൻ ചോദിക്കട്ടെ, 12 ശിഷ്യന്മാരിൽ 11 ശിഷ്യന്മാരുടെ മരണം അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളെന്തിനാ നമ്മുടെ ജീവനെ സൂക്ഷിക്കുന്നത്? ഈ ഇടയ്ക്ക് എവിടെ നിന്നോ ഇടുക്കി എന്നൊരു സൗരം വിളിച്ചോളൂ, ക്ലാസ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ പാറിന്റെ തലയും കൊണ്ട് ആൾക്കാർ പോകുന്നു. ഞാൻ പറഞ്ഞു, അത് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ. ആ പോകുന്നവരെ പ്രസംഗിക്കാമല്ലോ. ആ പുള്ളി പറയും, നിങ്ങൾ എന്തും മനുഷ്യരാണ്. സ്വത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നു, നാളത്തെ ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നു, നാളെ രാവിലെ നമ്മുടെ കൺപോളകൾ തുറക്കുന്നത് എന്താ ഗ്യാരണ്ടി? മഹത്വം, സ്വത്രം. എന്താ ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാത്സല്യ ഭവനത്തിൽ നമ്മൾ കടന്നു വന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും വചനം ധ്യാനിക്കാനും ഇടയായത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നമ്മൾ കരുതിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ അപ്പോസ്തലന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഓരോ ആലോചനകളും ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആ ആലോചനകൾ അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്വത്രം. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളും. ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളും. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ ഏറ്റവും കാതലായ ഒരു പ്രയോഗമാണ് സൂക്ഷിച്ചുകൊള്ളുക. കർത്താവ് പറഞ്ഞു, അപ്പോസ്തലന്മാർ പറഞ്ഞു, പഴയ നിയമത്തിൽ വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു സൂക്ഷിച്ചോളാം. കാരണം കള്ളപ്രവാചകന്മാർ പണ്ടുമുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം ശക്തിയോടെ അവർ പറഞ്ഞ് സഭയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ അതിപ്പോൾ വരുന്നുണ്ട് ഇതില്, നിങ്ങളുടെ ഇടയിൽ നിന്നേൽക്കും, ചിലതിലേക്ക് വരും. നമ്മളൊരു 50-19 പേരോ 10-25 പേരോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ തെറ്റിച്ച് പറയുന്നവർ നമ്മുടെ ഇടയിൽ നിന്നേറ്റ് വരും. അത് സാധാരണ എഴുന്നേൽപ്പിക്കുന്നതാണ്. ചിലർ വെളിയിൽ നിന്ന് വരും. ഇത് രണ്ടും സൂക്ഷിക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ആരാണ് ഈ നായ്ക്കൾ? അത് പറയാൻ പ്രേരണയുണ്ട്. യെശയ്യാപ്രവചനം എടുക്കാം. യെശയ്യാപ്രവചനം. ഹല്ലേലൂയ, സ്തോത്രം. വളരെ മർമ്മപ്രധാനമായ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അതെടുത്ത്, ഇപ്പൊ ശുശ്രൂഷക്കാരാണല്ലോ നമ്മളെല്ലാവരും, അതുകൊണ്ടാണ് ആ ഭാഗം പറയാനായിട്ട് കർത്താവിൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നത്. അത് ആ ഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രം, സ്തോത്രം. യെശയ്യാപ്രവചനം 56-ന്റെ 10, 11, 12 വാക്യങ്ങൾ ജോയ് പാസ്റ്റർ. അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, ആമേൻ. അവരെല്ലാവരും തുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ആമേൻ.
ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരെ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അപ്പൊ നായ്ക്കൾ എന്ന് പറഞ്ഞ ഇവിടെ ആരാ? ഇടയന്മാർ, സൂക്ഷിപ്പാൻ അറിയാത്തവരാ. അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന സമയങ്ങളിൽ സഭകളിൽ ആരെങ്കിലും വന്ന ദുരുപദേശം പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഗൗരവം അല്ലേ? നാടൻ ഭാഷ പറയാം, ഗൗരവം. അതിന് ഉദാഹരണം പറയാം. പ്രവൃത്തി സ്തോത്രം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ അവിടെ എടുത്തിട്ട് വായിക്കണം. ആരെങ്കിലും വേറെ ആൾ വായിച്ചോട്ടെ. വെളിപ്പാട് പുസ്തകം 2-ന്റെ 1 വാക്യം. പ്രൂഫ് വേണ്ടേ? പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രൂഫ് വേണ്ടേ? എഫെസസിലെ സഭയുടെ ദൂതന് എഴുതുക. അടുത്ത 7 നക്ഷത്ര വലങ്കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നിരവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അടുത്ത ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളുകാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് എന്ന് കണ്ടതും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സഭകളിൽ അതുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണം കേട്ടോ, വെറുതെ പലതരമൊന്നും പറയുന്നു. സഭകളിൽ അതുണ്ടോ? ഇന്ന് അപൂർവമായിട്ട്. കറക്റ്റ്, അത് 100% പൂർവമായിട്ട്. ആര് വന്ന് എന്തു പറഞ്ഞാലും കണ്ണുമടച്ചിരിക്കുന്നവരായി. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താന്ന് ചോദിച്ചാൽ, ആത്മാക്കൾ നിത്യതയിൽ നിന്ന് നിത്യനാശത്തിലേക്ക്, ദുരുപദേശത്തിലേക്ക് വീണ് അവരുടെ നാശത്തിലേക്ക് പോകാനിടയായി. അവിടെ ആരുടെ വേഷം കെട്ടിയാ വരുന്നത്? എഫെസോസ് സഭയിലേക്ക് വന്നതായ ആരുടെ വേഷം കെട്ടിയ? അപ്പോസ്തലന്മാർ എന്നാ പറഞ്ഞത് വരുന്നത്. അപ്പോ ആ സഭയിലെ പാസ്റ്ററും വിശ്വാസികളും കൂടി ഈ അപ്പോസ്തലന്മാരെ അങ്ങോട്ട് പരീക്ഷിച്ചപ്പോൾ അവർ ആരാണെന്ന് കണ്ടു? കള്ളന്മാർ. ഈ കാഴ്ചപ്പാട് സഭകളിലെ പാസ്റ്റർമാർക്കെല്ലാം വേണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നതോട് പറയാം. ഒരു പാസ്റ്ററാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പാസ്റ്റർമാർ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്താണ്? നല്ല കറതീർന്ന പറ്റുവചനം, പത്യോപദേശം പറയുന്നവർക്ക് മാത്രമേ പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കാവുള്ളൂ. സാധാരണ എൻ്റെ ഉപദേഷ്ടാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദുരുപദേശം പറഞ്ഞ് ആരെങ്കിലും വിശ്വാസികളെ കേൾപ്പിച്ചാൽ ഒരു 10 മിനിറ്റ് അവർ പറഞ്ഞു നിൽക്കട്ടെ, 10 കൊല്ലം കൊണ്ട് അവരെ തിരിച്ചെടുക്കാൻ പറ്റില്ല. വിശ്വസിക്കുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? 10 വർഷം കൊണ്ട് ഈ 10 മിനിറ്റ് പറഞ്ഞ ഉപദേശത്തെ തിരുത്തിയെടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇവരുടെ ഹൃദയത്തിലേക്ക് വന്ന് വീഴുന്നത് ഈ ദുരുപദേശത്തിന്റെ വിത്തായി. ഈ വചനം വീഴാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. അവർ അതിനോട് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അതാണ് ശത്രുവിന്റെ പണി. വെളിപ്പാട് പുസ്തകം 12-ന്റെ 9 പറയുന്നത് സർവ്വഭൂമിയെയും തെറ്റിച്ചു കളയുന്ന സാത്താൻ. ഈ സർവ്വഭൂമിയെ തെറ്റിച്ചു കളയെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മനുഷ്യരെയും തെറ്റിച്ചു കളയുക. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും, ദൈവത്തിന്റെ ഉപദേശത്തിൽ നിന്നും, ദൈവരാജ്യത്തിൽ നിന്നും ജനത്തെ തെറ്റിച്ചു കളയാണ് സാത്താന്റെ പരിപാടി. സ്തോത്രം. പക്ഷെ നമുക്കത് വായിക്കണം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരാം. 12:9 ഞാനിപ്പോൾ പറഞ്ഞത് സർവ്വഭൂമിയെയും തെറ്റിച്ചു കളയുന്ന സാത്താൻ. അടുത്ത വാക്യം വായിക്കാം നമുക്ക്. വെളിപ്പാട്, ഹല്ലേലൂയ, സ്തോത്രം. വലിയ സബ്ജക്റ്റാണ്. അത് പറയാതെ പോയാൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. ആരെയായി അടച്ചുപൂട്ടിയത്? എന്തിനാ അടച്ചുപൂട്ടിയത്? അങ്ങനെ പറയണം, അങ്ങനെ പറയണം. വഞ്ചിക്കാതിരിക്കാൻ, ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. പ്രവൃത്തി 12-ന്റെ 9 സർവ്വഭൂമിയെയും തെറ്റിച്ചു കളയുന്ന സാത്താൻ. ഇനി വേറൊരു ഭാഗം കൂടി വായിക്കാം. പ്രവൃത്തി വെളിപ്പാട് 20-ന്റെ 7, 8 വാക്യങ്ങൾ. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. പുള്ളിയെ അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അപ്പൊ അവന്റെ പരിപാടി എന്താ? നമ്മൾ വിചാരിക്കുന്ന ഈ യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നത്. യവൻ ചെയ്ത പണിയാണിത്. അവന്റെ പണിയാണ് മനുഷ്യനെ തമ്മിലടിപ്പിക്കുക.
യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ കർത്താവ് പറഞ്ഞു, അറുപ്പാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുള്ള കള്ളം വരുന്നില്ല. മനുഷ്യരെ തമ്മിലടിപ്പിച്ച് തെറ്റായ ആശയങ്ങൾ ഹൃദയത്തിൽ പകർന്നു കൊടുത്ത് തമ്മിലടിപ്പിച്ച് രക്തം ചിന്തി സുഖിക്കുന്ന പരിപാടിയാണ് സാത്താൻ്റെത്. ജാതികളെ വഞ്ചിക്കുക. ജാതികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ ചോദിക്കുന്നു, ദൈവസഭയെ സാത്താൻ വഞ്ചിക്കുന്നുണ്ടോ പാസ്റ്റർ? തീർച്ചയായിട്ടും. ജാതികളെ വഞ്ചിക്കുന്നെങ്കിൽ നമ്മളെ വഞ്ചിക്കത്തില്ലേ അവൻ? ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ഉപദേശ സത്യങ്ങളെ മുറുകെ പിടിച്ച് ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നമ്മൾ നിലനിന്നില്ലെങ്കിൽ, അതിര് വിട്ടുപോയാൽ എന്ത് ചെയ്യും? നമ്മളെ വഞ്ചിക്കും. യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുക, സർവ്വഭൂമിയെ തെറ്റിച്ച് കളയുക, അറുപ്പാനും മുടിക്കുവാനും നശിപ്പിക്കാനും വേണ്ടി സാത്താൻ വരുന്നു. നമ്മുടെ ഭവനത്തിന്റെ ഉള്ളറകളിൽ, നമ്മുടെ സഭയുടെ ഉള്ളറകളിൽ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ സാത്താന്റെ കൈകടത്തലുകൾ ഉണ്ടാകാം. അതിന് ദൈവദാസന്മാർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിൽ ജാഗരിച്ച് ദൈവകൃപ പ്രാപിച്ച് സാത്താന്റെ പ്രവൃത്തികളെ ശാസിക്കുവാൻ വേണ്ടുന്ന ആത്മശക്തിയും ദൈവകൃപയും വചനജ്ഞാനവും കൃപാവരങ്ങളും പ്രാപിച്ച് മുൻപോട്ട് പോയില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയില്ല. അതിന്റെ ലക്ഷ്യം എന്താ? കുടുംബത്തെ തകർത്ത് കളയുക, സഭയെ തകർത്ത് കളയുക, വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക. അനുഗ്രഹിക്കപ്പെട്ടു പോകുന്ന കുടുംബത്തെ, അനുഗ്രഹിക്കപ്പെട്ടു പോകുന്ന സഭകളെ തമ്മിലടിപ്പിച്ച് നശിപ്പിച്ച സാത്താന്റെ പ്രവൃത്തിയാണ്. അതാണ് പൗലോസ് പറയുന്നത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ, സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ. ഇപ്പൊ നമ്മുടെ സർവായുധ വർഗം കൊണ്ട് നടക്കുക ഒരു ഗുണവുമില്ല. നമ്മുടെ സർവായുധ വർഗം കോടതി, വക്കീല്, കേസ്, പിന്നെ സഭകളിൽ ആത്മീയ ഗുണ്ടകളുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മുടെ സർവായുധ വർഗം. ഇവിടെ പറയുന്നത് ആത്മീകമായ ആയുധത്തിന്റെ കാര്യം. ഇവിടെ പറയുന്നത് സത്യം അരക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ തീയമ്പുളയും കെടുപ്പാന്തകളും വിശ്വാസം എന്ന പരിചയം രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചു. എത്ര പേർക്കുണ്ട് ഈ 7 ആയുധം? പാസ്റ്ററേ, ഞങ്ങളിപ്പോൾ വല്ലാതെ പ്രശ്നത്തിലാണ്. കാരണം എന്താ? ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ സമ്മതിക്കത്തില്ലെന്ന്. നമ്മളെ മുമ്പോട്ട് പോകാൻ സാത്താൻ സമ്മതിക്കത്തില്ലെന്ന്. എന്നെ നിങ്ങളെ സംഭവിക്കത്തില്ലെന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് അവനോട് പോരാടാൻ. ഇടയ്ക്കൊരു പാസ് പറയണ്ടായി, ഇസ്രയേലിനെ എന്തൊക്കെ നിലയിൽ ആക്രമിച്ചാലും അവർക്കൊരു ആയുധമുണ്ട്. എന്താണത്? എന്തോ? പ്രാർത്ഥനയല്ല. ഇസ്രയേലിന്റെ കാര്യം പറയുമ്പോൾ പ്രാർത്ഥനയല്ലേ? അവരെന്നെ പ്രാർത്ഥിക്കാൻ ന്യായപ്രമാണത്തിൽ കിടക്കുന്നവർ അയൻഡോം എന്നൊരു സംവിധാനം കേട്ടിട്ടില്ല? അതിപ്പം വിപുലീകരിച്ച സാധനം ഉണ്ടെന്ന് പറഞ്ഞു. യവന്മാർ എത്ര അടിച്ചാലും അടിച്ചടിച്ച് ദൂരെ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിട്ടൊക്കെ വീടില്ലെന്നില്ല. കാരണം തുരുതുര അയച്ചുകൊണ്ടിരുന്ന പിന്നെ എന്താ ചെയ്യുക? പക്ഷെ അവരയച്ച സാധനം വേണേൽ ഇസ്രയേലിൽ നിന്ന് കാണത്തില്ല. അതുപോലെ ഒരു അയൻഡോം സംവിധാനമാണ് ഈ 7 വിധ സർവായുധ വർഗം. ദൈവസഭയോട് ഇന്ന് ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, എഫേസ്യ ലേഖനത്തിൽ പറയുന്ന സർവായുധ വർഗം എന്ന ഭാഗം നിങ്ങൾ എഴുതിയിടുക. അത് ആ 7 ആയുധ വർഗം എടുത്ത് ശക്തമായി പ്രയോഗിക്കാനുള്ള ദൈവകൃപ ദൈവസന്നിധി പ്രാപിച്ചിട്ട് ശുശ്രൂഷ ചെയ്താൽ മതി. അല്ലെങ്കിൽ പരാജയം നിങ്ങളുടെ മുൻപിലുണ്ട്. ഒരായുധം കൂടിയുണ്ട്. അതേതാ ജോസഫാസ്? ഒരായുധം കൂടി ആഡ് ചെയ്യണം ഇതിൽ. എത്ര പേര് അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്? അല്ലല്ല, അതൊക്കെ ഇതിലുള്ളതാണ്. ഈ 7 ആയുധം കൂടെ വേറൊരു ആയുധം കൂടി ഉണ്ട്. അതൊക്കെ അതൊന്നുമല്ല. ഈ 7 ആയുധങ്ങൾ ഉൾപ്പെടാത്ത ഒരു ആയുധം ഉണ്ടെന്നേ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എടുത്ത് വായിച്ചോ. ആർക്കും വേണ്ടല്ല. കഷ്ടത വരുമ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, കഷ്ടതയെ പിശാചിനെ പറഞ്ഞ് ജാതിച്ചു വിടുകയല്ലേ. കഷ്ടത ഒരു ആയുധമാണ്. അവിടെ വായിച്ചാ വാക്യം വായിച്ചേ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആവാവുന്നതിന് ആയുധമായി ധരിപ്പിൻ. കഷ്ടത വരുമ്പോൾ കഷ്ടതയിലൂടെ തികഞ്ഞു വരണം നമ്മൾ. കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ ആ രാജീവ് സാറിനോട് ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ കഷ്ടതയിലൂടെ കടന്നു പോവുക, പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക, നീ ഇത് അനുഭവിച്ച് മുമ്പോട്ട് പോകും. ഇത് അനുഭവിച്ച് നീ മുമ്പോട്ട് പോകുമ്പോൾ ഇതിൽ കൂടി ശുഭകരമായൊരു ഭാവി നിനക്ക് തെളിഞ്ഞു വരും. എവിടെ എടുക്കാൻ? അവൻ കുറുക്കോഴിയെ നോക്കിപ്പോയില്ലേ?
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടത മാറാൻ ആരും പ്രാർത്ഥിക്കരുത്, കഷ്ടത നീങ്ങിപ്പോൻ ആരും പ്രാർത്ഥിക്കരുത്, പരിശോധനകൾ നീങ്ങിപ്പോൻ ആരും പ്രാർത്ഥിക്കരുത്. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികയണം. ചുമ്മാ തികയാൻ പറ്റുമോ? അനുസരണം, ഒബേ. ട്രാഫിക് റൂള് നമ്മൾ അനുസരിക്കും അല്ലേ? ഈ വചനം അനുസരിക്കുമാരെങ്കിലും? സ്വത്രം സ്വത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ പ്രശംസിക്കുന്നു. കഷ്ടതകളിലൂടെ നമുക്ക് സഹിഷ്ണുത ഉണ്ടാകത്തുള്ളൂ, നമുക്ക് ദൈവകൃപ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ, ക്ഷമ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിന്റെ ഫലം പ്രാപിക്കണമെങ്കിൽ കഷ്ടതയിലൂടെ കടന്നു പോകണം. അതാ പൗലോസ് പഠിച്ച ഒരു വലിയ മർമ്മം എബ്രായ ലേഖനത്തിൽ. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. സ്വത്രം സ്വത്രം, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. ദൈവരാജ്യത്തിന് യോഗ്യമായി എണ്ണുന്ന അടയാളമാണ് കഷ്ടത. 100 വാക്യങ്ങൾ അപ്പോസ്തലന്മാർ കഷ്ടതയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ആർക്കും കഷ്ടത വേണ്ട. എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് നേരിട്ടാൽ, സാധാരണ പണ്ടൊരു ഉപദേശം പറയാറ് ഞാൻ ഓർക്കുന്നു, എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ ദൈവസന്നിധിയിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കഷ്ടതയുടെ നടുവിലുള്ള ദൈവോദ്ദേശം എന്താണെന്ന് ആരെങ്കിലും ദൈവത്തിൽ പ്രാർത്ഥിച്ച് ചോദിക്കാറുണ്ടോ? എന്താ കാര്യം? നമുക്ക് അങ്ങനെ ഒരു ശീലം വന്നു. ആ ശീലം നമ്മൾ മാറ്റിയിട്ട് കഷ്ടതകൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ ധൈര്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി, ഒരു സ്വത്രം ആത്മശക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ തീരണം. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം എടുക്കുന്നില്ല, സമയം സ്വത്രം ദീർഘിച്ചു പണിയാൻ എടുക്കുന്നില്ല. പ്രവൃത്തി 4-ൽ യഹൂദന്മാർ അപ്പോസ്തലന്മാർക്കെതിരെ ശക്തിയേറിയ ഒരു ആക്രമണങ്ങൾ അടിച്ചുവിട്ടു, അവർ പ്രതികൂലങ്ങൾ അടിച്ചുവിട്ടു. അപ്പോസ്തലന്മാരെല്ലാം കൂടി എന്ത് ചെയ്തു? ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് വായിക്കുന്ന നല്ലതാണെന്ന് എൻ്റെ ഓർമ്മ. ആദ്യം ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്തെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ കിട്ടിയ? ഓരോ ഘട്ടം മീനാണ് അവർക്ക് കിട്ടിയതെന്ന് നോക്കാം. എന്താ അവർക്ക് കിട്ടിയെന്ന് നോക്കാം. അത് തന്നെ, സ്വത്രം. അതൊന്ന് വായിച്ചു വിട്ടേ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ, നാണം വെക്കട്ടെ, അതൊന്ന് കേട്ടിട്ട് എല്ലാവരും. എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ ചെയ്തവനെ ഈ അഭിഷേകം ചെയ്ത യേശു എന്നതിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കയ്യിൽ നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മളിപ്പോ എങ്ങനെ പ്രാർത്ഥിക്കാം? തവേ നല്ലൊരു വക്കീലിനെ തരണം, ഇല്ലേ? അധികം കാശൊന്നും എൻ്റെ ഇന്ന് ഈടാക്കാത്ത ഒരു രക്ഷിക്കപ്പെട്ട നല്ലൊരു വക്കീലിനെ തരണം. അതിനെന്താ പ്രാർത്ഥിച്ചത്? പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കാൻ കൃപ തരണമേ. കൃപമേൽ കൃപ പ്രാപിച്ചാണ് ദൈവസഭ മുമ്പോട്ട് പോയത്. ആദിമസഭ പോയത് ദൈവകൃപ പ്രാപിച്ച, ദൈവശക്തി പ്രാപിച്ച, വചന വെളിപ്പാട് പ്രാപിച്ച, കൃപാവരങ്ങളെ പ്രാപിച്ച, ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ചാണ് ആദ്യത്തെ സഭ, ആദ്യ നൂറ്റാണ്ടിലെ സഭ മുമ്പോട്ട് പോയത്. അത് തന്നെയാണ് ദൈവം നമുക്കും വെച്ചിരിക്കുന്നത്, മറ്റൊന്നല്ല. അതിലേക്ക് വരാൻ എത്ര പേരുണ്ടെന്ന് കേൾക്കാം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങിയിട്ട് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരല്ലേ ആയിരുന്നു അവർ, അഭിഷേകം പ്രാപിച്ചവരായിരുന്നു അവരെ. പക്ഷേ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
അവര് ആത്മശക്തി പിന്നെയും അവരിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അവരിലേക്ക് വന്നു. അവർ ആത്മാവിൽ നിറഞ്ഞവരായി, അവരിൽ ദൈവകൃപ നിറഞ്ഞവരായി, അവർ സന്തോഷത്തോടെ പോകാനില്ലേ. നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? നമ്മളിപ്പോൾ വിചാരിക്കണം എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് വിചാരിക്കുക. അല്ല, ആത്മശക്തി, ദൈവകൃപ, വചനജ്ഞാനം, അതെല്ലാം കൂടി അരച്ചു കലക്കി ഒറ്റ വാക്യത്തിൽ പറയാം. എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. നമ്മുടെ പാപ്പരായിട്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മൾ ആത്മീക ദാരിദ്ര്യത്തിൽ കിടക്കുകയാണ്. ആ ദാരിദ്ര്യം മാറാനാണ് ഇന്നത്തെ വചനപ്രഘോഷണം, ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ. ഇന്ന് മുതൽ നമ്മുടെ ആത്മീക ദാരിദ്ര്യം മാറി ആത്മീക സമ്പന്നതയിലേക്ക് നടത്തണം. വിശ്വാസത്തിൽ സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, ദൈവകൃപയുടെ സമൃദ്ധി, നീതിദാനത്തിന്റെയും ദൈവകൃപയുടെയും സമൃദ്ധി, വിശ്വാസത്തിന്റെ സമൃദ്ധി എത്ര പേർക്കുണ്ട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരോടും ചോദിക്കാം. ഒരു വിഷയം, ഒരു ക്രൈസിസ് നേരിട്ടു. രോഗമാകാം, പ്രതികൂലമാകാം, പ്രശ്നങ്ങളാകാം, എന്തുമാകാം. ആ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവമുഖം അന്വേഷിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, എനിക്കൊരു രോഗം വന്ന ദിവസം ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനില്ല, കർത്താവിനെ സ്ഥലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാനില്ല. മാരകമായ രോഗമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഹൈ പ്രഷർ അടിച്ചിട്ട് തട്ടിപ്പോകേണ്ട കേസാണ് വന്നത്. ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു, കർത്താവേ ഈ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവസ്ഥലിൽ ഏൽപ്പിച്ചു തരുന്നു. ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ രോഗം ഇതേപോലെ മാറിപ്പോയി. അതേ രോഗം വന്ന് എൻ്റെ അനിയനെ, ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയത്. 13-14 ലക്ഷം രൂപ എല്ലാവരും കൂടി സ്വരൂപിച്ച് എണ്ണിക്കൊടുത്ത് അനിയനെ കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് സുഖമായിട്ട് ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകാനുണ്ട്. കാരണം പ്രശ്നങ്ങൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? പ്രതികൂലങ്ങൾ എന്തിനാ? അത് രോഗമാകാം, ദുഃഖമാകാം, അയൽവാസികളുടെ പോരാട്ടങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ. ഏത് പ്രശ്നം ഒരു ദൈവത്തിനെതിരെ വന്നാലും ആദ്യ മുഖം അന്വേഷിക്കേണ്ടത് ദൈവമുഖം അന്വേഷിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം. ചുമ്മാ കിടന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. വ്യവസ്ഥയുണ്ട്. യശയ്യാപ്രവചനം എടുക്കാം, വേഗത്തിൽ മുമ്പോട്ട് പോവുക. യശയ്യാപ്രവചനം അതിൻ്റെ 1-ാം അധ്യായം. ഈ പ്രാർത്ഥിക്കുന്നതിനൊക്കെ വ്യവസ്ഥയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഓരോ വ്യവസ്ഥയും പാലിക്കാതെ ചുമ്മാ കിടന്നങ്ങ് പ്രാർത്ഥിച്ചുകൊള്ളുക. സ്വത്രം. അതിൻ്റെ 11 വാക്യങ്ങൾ വായിച്ചു. പക്ഷേ 1:11 അപ്പൊ സോറി 15 മുതൽ നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുത്ത നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കൺമുമ്പിൽ നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാൽപ്പീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിയാക്കുവിൻ, അനാഥനും ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞ് പോലെ ആയിത്തീരും. അതോ മതി. പ്രവാചക ശബ്ദം ഇതുപോലെ കളർ കേട്ടല്ലോ. ദൈവത്തിന്റെ ആലോചന. ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിഷയം എത്ര ഗുരുതരമാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വലിയ ശുദ്ധീകരണത്തോടെ നടത്തിയത്. കർത്താവേ, മനസ്സ വാച കർമ്മണ ഞാൻ തെറ്റിപ്പോയി. നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറയും. ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും അല്ലേ? പ്രായാധിക്യം കൊണ്ടോ എന്തുകൊണ്ടോ നമ്മൾ മറന്നുപോകും. അത് നമ്മൾ ദൈവത്തെ കർത്താവ് ഞാൻ അറിഞ്ഞു അറിയാതെയും ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നത് ചെയ്തു പോയത് തെറ്റാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇന്ന വിഷയത്തിൽ ഇന്ന കാര്യത്തിൽ ഞാൻ തെറ്റിപ്പോയി എന്ന് തന്നെ കർത്താവിനോട് പറയണം. ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന മേഖലയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് 2 പേര് പ്രാർത്ഥിക്കാൻ പോയല്ലോ. എന്താ ഇത്? കർത്താവേ ഞാൻ അങ്ങനെ ചെയ്യുന്നു, കർത്താവേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഈ നിൽക്കുന്നവരെ പോലെയൊന്നുമല്ല, കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് അവൻ കിടന്ന് ഭയങ്കര ബഹളം. അപ്പുറത്തോർത്ത് നിന്നുകൊണ്ട് പറയുക, സ്വർഗത്തേക്ക് നോക്കാൻ പോലും എന്ത് ചെയ്യാം?
കർത്താവേ നിൽക്കണം. യോഗ്യനല്ല, യോഗ്യനല്ല. പാട്ട് പാടും, യോഗ്യനല്ല യേശു. ചുമ്മാ കിടന്ന് പാടും, വെറുതെ പാടും. അത് ദൈവസേന കരയട്ടെ കിടന്നു. പാട്ടൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞാനും കുറെ പാട്ട് പാടിക്കുന്നു. ഒരു പാട്ടുകാരിയാൻ ഇവിടെ വന്നിരിക്കും. സ്തോത്രം. ഞാനും ചെറുതായിട്ടൊക്കെ മ്യൂസിക്കുമായിട്ട് വളരെ ഡീപ്പായിട്ട് ബന്ധമുള്ള ആളാണ്. ഇപ്പോഴില്ല, ഇപ്പം അത് പറഞ്ഞില്ല. ആ പാട്ടല്ല നമുക്ക് വിഷയം, ജീവിതമാണ് വിഷയം. 2 ദിനവൃത്താന്തം 7:14 എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് അതാണ്ട് ദുർമാർഗങ്ങൾ വിട്ടിരിക്കണം. അപ്പൊ നമ്മൾ ഈ ദുർമാർഗം എന്ന് വിചാരിച്ചിരിക്കുന്നത് കൊലപാതകമോ വ്യഭിചാരമോ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പാപങ്ങളാണ് ഈ ദുർമാർഗം നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സഹോദരനെ പകച്ചാൽ കൊലപാതകനായി. നിസ്സാര എന്ന് പറഞ്ഞാൽ അപ്പൊ പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ശരി, ഈ കർത്താവ് അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടില്ല. പഴയ നിയമത്തിലെ പാപങ്ങളും പുതിയ നിയമത്തിലെ പാപങ്ങളും. ഇപ്പൊ വ്യഭിചാരം ചെയ്യുന്ന വിഷയം എടുത്ത് നോക്കാം. സ്ത്രീയെ മോഹത്തോടു കൂടി നോക്കിക്കഴിയുമ്പോൾ എന്ത് പറ്റി? എന്നാ പഴയ നിയമത്തിലോ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് എന്റെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവര്, ഗിരിപ്രഭാഷണം 5, 6, 7 ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് വായിക്കണൊക്കെ ഇന്നു മുതൽ. ആ വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിക്ക് വലിയ രൂപാന്തരം ഉണ്ടാക്കിയ വചനമാണ്. നമ്മുടെ ഇന്നത്തെ കേരള മുഖ്യമന്ത്രി VD സതീശനെ എടുത്ത് കുടഞ്ഞ ഭാഗമാണ് ഗിരിപ്രഭാഷണം. എവിടെ പോയാലും ഒരു വാക്യമെങ്കിലും അതിന് പുള്ളിയെടുത്ത് പറയാതെ ഇരിക്കില്ല. കാരണം എന്താ? വലിയ ഉന്നതന്മാരെ സ്വാധീനിച്ചിട്ടുള്ള വാക്യങ്ങൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അടരാടി പോരാടിയ ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധി ഐ ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതി. അതിൽ ഞാൻ കണ്ടെത്തി എന്താ കണ്ടെത്തി വായിക്കുമ്പോൾ അറിയാം. തോക്കെടുത്ത് നിൽക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുൻപിൽ സമാധാനത്തിന്റെ സന്ദേശവുമായി അവനെ എതിരിട്ടാൽ നമുക്ക് അവനെ തോൽപ്പിക്കാമെന്ന് ഞാൻ കണ്ടു. പെന്തക്കോസ്തുകാർ ഇന്നും കണ്ടെത്തിയിട്ടില്ല. അവരിന്നും കോടതി പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളാകട്ടെ, ബന്ധുമിത്രാദികളാകട്ടെ, അയൽവാസികളാകട്ടെ, നമ്മൾ വഴക്കിടുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാനും നമുക്ക് മനസ്സുണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവമുഖം അന്വേഷിക്കാൻ മനസ്സുണ്ടോ? 2 ദിനവൃത്താന്തം 7:14 കുറിച്ചിട്ടേക്കണം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരും. 3 കാര്യങ്ങൾ ദേശത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കലാപം, ഒന്ന് പ്രകൃതിക്ഷോഭം, 3 മാരകമായ രോഗം. പിന്നെ ആരെ പ്രാർത്ഥിക്കണം? വീണാമന്ത്രി പറഞ്ഞ് നമ്മളെല്ലാം കൂടി ഒന്നിച്ച് ഇന്ന രോഗത്തെ പടിയ കെട്ടാൻ ചുമ്മാ പറയുക. അച്ചായത്തി പെണ്ണാണെങ്കിൽ ഒരു ബോധമില്ലാത്ത വർത്തമാനമായിരിക്കും. നമ്മൾ ഒരുമിച്ച് നിന്ന് ആരോഗ്യ മേഖലയിലൊന്നും കൊണ്ടുവരാൻ ആർക്കും പറ്റത്തില്ല. മാരകമായ രോഗം വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ എത്ര കോടി മനുഷ്യർ മരിച്ചു ലോകം മുഴുവൻ. അതേസമയത്ത് ദൈവസഭ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ആ രോഗത്തെ ദൈവം പടികടത്തും. മനസ്സിലായോ? കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസഭ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസഭ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. പ്രകൃതിക്ഷോഭം വന്നാൽ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? ഞാൻ വെറുതെ അതിശോക്തിയായിട്ട് പറയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ചില ദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായിട്ട്. റോഡ് ഏത്, വഴി ഏത് അറിയാൻ പറ്റില്ല. എങ്ങനെ പോകുന്നു പറഞ്ഞേ. ഒരു ദേശം മുഴുവൻ വെള്ളം വന്ന് മുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ യാത്ര ചെയ്യും? അതിനെതിരെ പ്രാർത്ഥിക്കേണ്ടത് ആരാ? ദൈവസഭ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് യെശയ്യാപ്രവചനം സ്തോത്രം 1-ാം അധ്യായത്തിന്റെ സ്തോത്രം ഈ വാക്യങ്ങൾ 15 മുതൽ 19 വാക്യങ്ങളും 2 ദിനവൃത്താന്തം 7:14 വാക്യവും എടുത്ത് നന്നായി വായിച്ച് വലിയ ശുദ്ധീകരണത്തോടെ ദൈവസഭ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ വിഷയങ്ങൾക്ക് മറുപടി തരാനിടയായി. ഇവിടെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയും. ട്രംപിനോ നമ്മുടെ മോദിക്കോ വലിയ വലിയ രാഷ്ട്രം ഭരിക്കുന്നവർക്കോ ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ, കലാപങ്ങൾ
പ്രകൃതിക്ഷോഭങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കരം അതിന് ശാന്തത വരും. എതിരദേശത്തേക്ക് യേശു കർത്താവും ശിഷ്യന്മാരും കൂടി പോയല്ലോ. എന്താ സംഭവിച്ചു? പറഞ്ഞേ, പെട്ടെന്ന് പറ. കാട്ടും കല്ലും വന്നിട്ട് എന്ത് ചെയ്തു? മുങ്ങിപ്പോയിട്ട്. എന്താ അവർ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ, എന്താ അവർ പറഞ്ഞെന്താ? അവർ പറഞ്ഞ ഭാഗം പറ. കറക്റ്റ്. അങ്ങനെ പറയണം വചനം. ഞങ്ങൾ നശിച്ചു പോകുന്നതിന് ഇപ്പൊ ആരാ കുറ്റവാളി? യേശു. പിന്നെ ഒരു കാര്യം, ലേണിംഗ് പീരീഡ് ആയതുകൊണ്ട് ദൈവം അവർക്കൊരു ഇത് കൊടുത്തു. അവർ കർത്താവ് എഴുന്നേറ്റ് ചോദിച്ച ചോദ്യം എന്താ? ഇതൊക്കെ നമ്മൾ വചനത്തിൽ പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം. എന്താ ചോദിച്ച കർത്താവ്? കറക്റ്റ്. അല്പവിശ്വാസികളുടെ വിശ്വാസം. നമുക്ക് എന്നാ വിശ്വാസമുണ്ട്? പാസ്റ്റർമാരായ നമുക്ക്, വിശ്വാസികളായ നമുക്ക് എന്ത് വിശ്വാസമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, കുറഞ്ഞ പക്ഷം നമ്മുടെ ലോജിക്കലായിട്ട് നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുക. ഈ പടക് മുങ്ങുകയാണെങ്കിൽ ആരൊക്കെ പോകും? എല്ലാവരും. അപ്പൊ കർത്താവ് എന്തായാലും ഉള്ള സമയത്ത് കർത്താവ് പോകില്ലെന്ന് വിശ്വസിക്കാനുള്ള ബോധകുമാർക്ക് ഇല്ലാതെ ഈ 5 അപ്പത്തെ വീർപ്പിച്ച് തിന്നുമ്പോൾ കൊട്ടപ്പടി തിന്നാനുള്ള അതിന് ആര് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ ചാപ്പാട്. സ്വത്രം. പക്ഷെ കർത്താവ് അവരെ ശാസിച്ചെന്താ? വിശ്വാസം. ആ വിശ്വാസം ഉണ്ടാകണം അവർക്ക്. ഞാൻ പറഞ്ഞല്ലോ, ലേണിംഗ് പീരീഡ്. ഈ കാർ ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്തെ ഡബിൾ ക്ലച്ച്, ഡബിൾ ബ്രേക്ക്. ഒരാൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടിയില്ലെങ്കിൽ ആശാൻ ചവിട്ടും. ആ പരുവത്തിൽ അവർ പോയത്. എന്നാൽ നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് എൻ്റെ ചോദ്യം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വശുദ്ധാംശം പ്രാപിച്ച് സഭയുടെ തലപ്പത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ? വിശ്വാസമുണ്ടോ? കർത്താവിന്റെ ദാസന്മാരെ വിശ്വാസമുണ്ടോ? ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പോരാട്ടം വരുമ്പോൾ, ദുഷ്ടനായ സാത്താൻ നേരത്തെ പറഞ്ഞ പോലെ അയൺഡോം അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ അയക്കുമ്പോൾ ഇസ്രയേൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അയൺഡോം വെച്ച് തകർത്ത് തരിപ്പണമാക്കി കളയുക. ചില ആശയങ്ങൾ അവിടെയൊക്കെ വന്നെന്ന് വരും. പക്ഷേ ഈ അറേബ്യൻ രാജ്യങ്ങൾ വിട്ട മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചെങ്കിൽ ഇസ്രയേൽ എന്നുള്ള രാജ്യമില്ല. കംപ്ലീറ്റ് കത്തി അമർന്നു. എന്നാൽ ദൈവം അവരെ സൂക്ഷിച്ചു. അതിനൊരു പാസ്റ്റർ പറഞ്ഞത്, ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷി യെരൂശലേമിനെ പറന്ന് സൂക്ഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജനത്തെ, അതൊരു സംരക്ഷണ കവചം. അതാണ് പൗലോസ് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധവർഗം. എത്ര എണ്ണം ഉണ്ടത്? ഒന്ന് കളഞ്ഞു. 8 സർവായുധവർഗം എഴുതിയിട്ട് വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് വിശ്വാസമെന്ന പരിച എന്തൊക്കെ സംഭവിച്ചാലും. മത്തായിയുടെ സുവിശേഷത്തിൽ അവസാനത്തെ വാക്യം ഏതാ? അവസാനത്തെ വേർഡ് മാത്രം പറയാം. എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിൻ്റെ ഒരു ശിഷ്യനാണ്. മരിക്കേണ്ടി വരും, പ്രതികൂലങ്ങൾ വരും, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആ പ്രോമിസ്, കർത്താവിൻ്റെ വാഗ്ദത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ഇന്ന് കാലം കഴിയും? ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. വേറെ പല കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും അതിനുള്ള നടത്തിപ്പ് കിട്ടുന്നില്ല. ഈ എടുത്ത വിഷയത്തിൽ പ്രവൃത്തി പുസ്തകത്തിൽ അത്രയും ഭാഗമേ ഉള്ളൂ പറയാനായിട്ട്. ബാക്കി കനമായ വിഷയങ്ങൾ വേറൊരു സന്ദർഭത്തിൽ പഠനമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. വളരെ മനോഹരമായ നിലയിൽ, വളരെ ആഴത്തിൽ നിലയിൽ കർത്താവ് നമ്മോട് ഇടപെടാനിടയായിത്തീരുന്നു. എഫെസോസിലേക്ക് അയച്ച ആ മൂപ്പന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ അവരെ പ്രബോധിപ്പിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും, വെല്ലുവിളികൾ വരും. അതിൻ്റെ നടുവിൽ നമ്മളെങ്ങനെയായിരിക്കണം? വിശ്വാസത്തോടെ ആയിരിക്കണം. മാത്രമല്ല അപ്പോസ്തലന്മാർ തരുന്നൊരു പ്രത്യേകത, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് ദുഷ്ടനായ സാത്താൻ നമുക്കെതിരെ പോരാടുന്ന എല്ലാ പോരാട്ടങ്ങളെയും നിർവീര്യമാക്കുവാൻ, ആ എഫെസ്യലേഖനത്തിൽ പറയുന്നത് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിച, രക്ഷയെന്ന ശിരസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നിയോഗിക്കുന്ന വചനമെടുത്ത് ആ വിഷയത്തിന്മേൽ പോരാടി നിൽക്കുന്ന പോരാട്ട ശക്തിയെ നമ്മുടെ ശക്തിയോടെ വചനമെടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ അത് ആത്മാവിൻ്റെ വാളായിട്ട് വീരാനിടയായി. ആ പ്രശ്നം അവിടെ നീങ്ങിപ്പോവുകയും ദൈവിക സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടാനിടയായിത്തീരും. ചിലപ്പോൾ ആ പ്രശ്നം അവിടെ നിൽക്കുന്നത് വരാം, പക്ഷേ
പൗലൂസ് പറയുന്ന ലേഖനത്തിൽ പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നമ്മുടെ ഉള്ളം നിറയപ്പെടാനിടയായി. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും മുടങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവം ദൂരസ്ഥനല്ല, അവൻ സമീപസ്ഥൻ തന്നെയാണ്. ഒരൊറ്റ കണ്ടീഷൻ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളും വീഴ്ചകളും താഴ്ചകളും അത് എണ്ണി എണ്ണി പറഞ്ഞ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ വീണുപോയി, ഞാൻ താണുപോയി, ഞാൻ നിരാശനായി പോയി, അവിശ്വാസം എന്നിൽ വന്നുപോയി, എന്നോട് ക്ഷമിച്ച് എന്നോട് കരുണ കാണിച്ച് ഈ വിഷയത്തിന്റെ നടുവിൽ മുമ്പോട്ട് പോകാനുള്ള വിടുതലും പ്രശ്നങ്ങളുടെ നടുവിലുള്ള ആ മുമ്പോട്ട് പോകാനുള്ള ഊർജവും തന്ന് എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥന കേട്ട് നമ്മൾ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വചനങ്ങൾ കേട്ട വചനങ്ങളെല്ലാം ഓർത്ത് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാം. 1-2 മിനിറ്റ് എല്ലാവരും സ്തോത്രം ചെയ്യാട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.